നൽകും, രോഗസൗഖ്യം നൽകും, ജീവൻ നൽകും. കഫർനാം 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 കഫർനാം. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എന്നെ സംബന്ധിച്ച് ഈ ധ്യാന കേന്ദ്രം എൻ്റെ ഫോർമേഷൻ കാലഘട്ടം തൊട്ട് ഞാനിവിടെ ധ്യാനത്തിന് വരുന്നൊരു വ്യക്തിയാണ്. ഞാൻ സെമിനാറിലായിരുന്നപ്പോൾ മുതൽ എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിലാണ് ഞാൻ ഏറ്റവും ആദ്യം ഈ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് നിന്നിട്ടുള്ള ധ്യാനത്തിനായിട്ട് കടന്നു വരുന്നത്. പിന്നീട് അങ്ങനെ തുടർന്ന് വരുന്ന എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിൽ മുതൽ ആ വർഷങ്ങളിൽ 3 വർഷം മുഴുവനും ഞാൻ എല്ലാ വർഷത്തിലും ഒരിക്കൽ നിന്നിട്ടുള്ള ധ്യാനത്തിന് ഇവിടേക്കാണ് വരാറ്. അതുകൊണ്ട് ഈ ധ്യാന കേന്ദ്രവുമായിട്ടും ഭിന്നച്ചനുമായിട്ടും വളരെ ഒരു ബന്ധം എനിക്ക് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ധ്യാന കേന്ദ്രത്തിൽ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെ. അപ്പം അതുകൊണ്ട് ഞാൻ ബെന്നിച്ചൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ബെന്നിച്ച, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ധ്യാന കേന്ദ്രത്തിലൊക്കെ പ്രസംഗിക്കാനോ കുർബാന അർപ്പിക്കാനൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ബെന്നിച്ചൻ പറഞ്ഞു, ടെൻഷനൊന്നും വേണ്ട, അച്ഛൻ അങ്ങോട്ട് കയറി അങ്ങോട്ട് പറഞ്ഞാൽ മതി, പരിശുദ്ധാത്മാവ് അങ്ങോട്ട് പ്രവർത്തിച്ചു കൊള്ളുമെന്ന് പറഞ്ഞു. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ കേട്ട വചനഭാഗം പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്. ഇന്ന് സഭയിൽ പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വ തിരുനാൾ. എനിക്ക് തോന്നുന്നത് പരിശുദ്ധ അമ്മ ഈശോയുടെ അമ്മയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒരു കാര്യം കൂടിയുണ്ട്. സന്തോഷത്തോടൊപ്പം പരിശുദ്ധ അമ്മ ഫിയാത്ത് പറഞ്ഞത് ഒരു കാര്യത്തിനും കൂടി ആയിരിക്കണം, സഹനങ്ങൾ ഏറ്റെടുക്കാനായിട്ട്. ഈശോയുടെ അമ്മയാകുമെന്ന് ദൈവദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അല്പം സന്തോഷമുള്ള കാര്യം തന്നെയാണ്, അല്പമല്ല ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ദൈവത്തിൻ്റെ അമ്മയാകാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുക. അതോടൊപ്പം പരിശുദ്ധ അമ്മ ഒരു ആമേൻ കൂടി പറഞ്ഞു, ഇതേ ഞാൻ സഹനങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന്, വേദനകളും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പരിശുദ്ധ അമ്മ അവിടെ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ അവിടെ ആമേൻ പറഞ്ഞത് സഹനങ്ങൾ ഏറ്റെടുക്കാനും ഞാൻ തയ്യാറാണ് എന്നാണ്. ദൈവമാതാവാകാൻ പരിശുദ്ധ അമ്മ തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ സന്തത സഹചാരിയായിരുന്നു സഹനങ്ങളും പീഡകളും. പരിശുദ്ധ അമ്മയുടെ ജീവചരിത്രം, ജീവിതം മുഴുവൻ നമ്മൾ വായിക്കുകയാണെങ്കിൽ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാകും അമ്മയുടെ കൂടെ സഹനങ്ങളും ഉണ്ടായിരുന്നു എന്നതാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളുണ്ട്. സഹനങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല. ഇന്നിപ്പോൾ ഈ ധ്യാന കേന്ദ്രത്തിൽ ഇരിക്കുന്നവരെ, ഇന്നിവിടെ പ്രാർത്ഥിക്കാനായിട്ടും ദിവ്യബലിക്കൊക്കെ ആയിട്ട് അണഞ്ഞിരിക്കുന്നവരിലെ സഹനങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കണം. ആരും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഓരോരുത്തർക്കും അവരായിരിക്കുന്ന ജീവിതാവസ്ഥയിലെ ജീവിത സാഹചര്യത്തിലെ ദൈവം അനുവദിക്കുന്ന ചില സഹനങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും സഹനങ്ങൾ വരുമ്പോൾ നമ്മളും ചോദിച്ചു പോകാനുള്ള ഒരു ചോദ്യമാണ്, ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ സഹനങ്ങൾ? ദൈവമേ എൻ്റെ ജീവിതത്തിൽ മാത്രമേ ഈ കഷ്ടപ്പാടും കണ്ണുനീരുമുള്ളോ എന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്. ഗാഗുൽത്തായിലെ വിരിമാറിലെ ഇരു കൈകളും കുരിശോട് ചേർത്ത് നിർത്തി പടയാളികൾ ആണികൾ തറച്ചപ്പോഴും ഈശോനാഥൻ ചോദിച്ച വാവിട്ട് കരഞ്ഞൊരു ചോദ്യമുണ്ട്, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചുവെന്ന്. ചില സഹനങ്ങളുടെ വേളകളിൽ, ദുഃഖത്തിൻ്റെ കയങ്ങളിൽ നമ്മൾ ആഴ്ന്നിറങ്ങുമ്പോൾ നമ്മളും ചിലപ്പോൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്, എൻ്റെ ദൈവമേ നീ എവിടെയാണ്, നീ എന്നെ കൈവിട്ടോ എന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്. പലപ്പോഴും ഉത്തരം കിട്ടാത്തൊരു സമസ്യയാണ്, ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സഹനങ്ങൾ കടന്നു വരുന്നു? ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒത്തിരി നന്മകൾ ചെയ്യുന്ന വ്യക്തിയാണ്. അനുദിനവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നു, ഒത്തിരി ജപമാലകൾ ചൊല്ലുന്നു, ത്യാഗപ്രവൃത്തികൾ ചെയ്യുന്നു, ഉപവാസം എടുക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം സഹനങ്ങളെ അനുവദിക്കുന്നു? ഇന്നുവരെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണത്. ജോബിൻ്റെ പുസ്തകത്തിലും നമ്മൾ കാണുന്നുണ്ട്,
ജോബ് നീതിമാനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ ജോബിൻ്റെ ജീവിതത്തിലും ദൈവം സഹനങ്ങൾ അനുവദിക്കുന്നുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ പല രീതിയിലുള്ള കഷ്ടപ്പാടുകളിലൂടെ, വേദനകളിലൂടെയൊക്കെ കടന്നു വന്നിട്ട് ഒരാശ്വാസം എന്നോളമാണ് നമ്മളിന്ന് ഈ കൂടാരത്തിലായിരിക്കുന്നത്, ഈ ധ്യാന കേന്ദ്രത്തിലായിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആശ്വാസം നമുക്ക് കിട്ടാനായിട്ട്. തിരുവചന ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് 1-ാമത്തെ ലേഖനത്തിൽ. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും പീഡിപ്പിക്കപ്പെടും. സ്നേഹം നിറഞ്ഞവരെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടി. സഹനങ്ങളുടെ ഒരു ഉത്തരം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ ഈശോ തരുന്നുണ്ട്. വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധമായൊരു ജീവിതം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനോട് കെട്ടപ്പെട്ടൊരു ജീവിതം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ ജീവിതത്തിൽ പീഡനങ്ങൾ ഉണ്ടാകും, സഹനങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മളൊക്കെ ഈശോയുടെ ആ ഒരു ജീവിതത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ഒരുപക്ഷെ ആരോടും പറയാത്ത ചില സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയൊക്കെ ദൈവം നമ്മളെ കടത്തിക്കൊണ്ടുപോകും. ചില രാത്രികളിൽ കരഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അന്നത്തെ രാത്രി നമ്മൾ തീർക്കുക. അതിൻ്റെയൊക്കെ ഉത്തരം ഈശോ ഇന്നത്തെ വചനത്തിലാണ് പറയുന്നത്. വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ പീഡിപ്പിക്കപ്പെടും. യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ക്രിസ്താനുകരണം എന്ന പുസ്തകം ഒരുപക്ഷെ എല്ലാവരും വായിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണ്. അതിൽ പറയുന്നത് പ്രകാരമാണ്, നീ വിശുദ്ധനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുരിശെടുക്കാൻ നീ തയ്യാറായിക്കൊള്ളുക. നീ വിശുദ്ധനോ വിശുദ്ധയോ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ കുരിശെടുക്കാൻ തയ്യാറായിക്കൊള്ളുക. പലപ്പോഴും സന്തോഷത്തോടു കൂടി ആയിരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. വേദനകളൊന്നുമില്ലാതെ എപ്പോഴും സന്തോഷത്തോടു കൂടി ആയിരിക്കാനാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടം. ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് ഈശോ നമ്മളെ ഗാഗുൽത്തായിലെ ഈ ഒരു രൂപം തന്നെ നോക്കിയാൽ മതി, എന്തുകൊണ്ടാണ് ഈശോ കുരിശുമരണം തിരഞ്ഞെടുത്തത്? ഞാൻ പലപ്പോഴും ചോദിച്ചൊരു ചോദ്യമാണ്. ഈശോയ്ക്ക് വേണമെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇത് നിങ്ങളുടെയൊക്കെ പാപങ്ങൾ മാഞ്ഞു പോകട്ടെ എന്ന്, അല്ലെങ്കിൽ മാറട്ടെ എന്ന് ദൈവത്തിന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഈശോ തിരഞ്ഞെടുത്ത മാർഗം സഹനത്തിൻ്റെ മാർഗമാണ്. സഹനത്തിലൂടെയാണ് ഈശോയെ സ്നേഹിക്കാനായിട്ട് സാധിക്കുക. ഈശോ നമ്മെ സ്നേഹിച്ചത്, പാപികളായ നമ്മെ സ്നേഹിച്ചത് കുരിശിൽ ബലിയായിട്ട് തീർന്നിട്ടാണ്. സഹനങ്ങൾ ഏറ്റെടുത്തിട്ടാണ് ഈശോ നമ്മെ സ്നേഹിച്ചത്. അതുകൊണ്ട് തന്നെ സ്നേഹം നിറഞ്ഞവരെ, ഈശോയെ നമ്മളും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മൾ വേദനകൾ ഏറ്റെടുത്തിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങളെ സന്തോഷത്തോടുകൂടി ഇരു കൈ നീട്ടി, ദൈവമേ എനിക്ക് ഇനിയും സഹനങ്ങൾ വേണമെന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിക്കണം. അല്ലാതെ സഹനങ്ങളുടെ സമയത്ത് പരാതി പറയാൻ പാടില്ല, സങ്കടപ്പെടാൻ പാടില്ല. മാനുഷികമായിട്ടൊക്കെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് സഹനങ്ങൾ വരുമ്പോൾ. പക്ഷേ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, സഹനങ്ങളുടെ വേളയിൽ നമ്മൾ പരാതി പറയാൻ പാടില്ല. സഹിച്ചിട്ടാണ് ഈശോയെ നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കേണ്ടത്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ ഒരിക്കൽ രാത്രിയിൽ, വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവചരിത്രം എല്ലാവർക്കും അറിയാം, സഹനത്തിൻ്റെ പുത്രിയാണ്. ഒരു രാത്രിയിൽ ഇങ്ങനെ ഉറക്കമുളച്ച്, കാരണം ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം ഉറക്കമില്ലാത്ത രാത്രിയാണ്. ആ സമയങ്ങളിൽ ഒരു സിസ്റ്റർ ചോദിച്ചു, അമ്മ എന്താണ് ഈ രാത്രിയിൽ ചെയ്യുക എന്ന്. അമ്മ കടന്നു പോകുന്ന സഹനത്തിൻ്റെ വേളകൾ ആ സഹോദരി ചോദിച്ചു, അമ്മേ ഈ രാത്രിയിൽ ഉറക്കമുളച്ച് അമ്മ എന്താണ് ചെയ്യുന്നത്? വിശുദ്ധ അൽഫോൻസാമ്മ പറഞ്ഞു, ഞാൻ ഈശോയെ സ്നേഹിക്കുകയാണ്, ഞാൻ ഈശോയെ സ്നേഹിക്കുകയാണ്. സഹിച്ചിട്ടാണ് ഞാൻ ഈശോയെ സ്നേഹിക്കുന്നത്.
എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളിലൂടെയാണ് ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, നമുക്കും ദൈവം നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളും സ്നേഹിക്കേണ്ടത് സഹിച്ചിട്ടാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കഷ്ടപ്പാടുകളും വേദനകളും ബുദ്ധിമുട്ടുകളും കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, ഈശോ നമ്മളെ സ്നേഹിക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ കഷ്ടപ്പാടുകളും വേദനകളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, ഈശോ നമ്മുടെ കൂടെയുണ്ട്. വേറെ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഈശോ നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. നിന്റെ സഹനങ്ങളുടെ വേളയിൽ നീ ഒറ്റയ്ക്കല്ല. നിന്നെ താങ്ങി നിർത്താൻ, നിന്റെ കൂടെ ആയിരിക്കാൻ, നിന്നോടൊപ്പം കരയാൻ, നിന്നോടൊപ്പം സങ്കടപ്പെടാൻ ആരുമില്ലെങ്കിലും നിനക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച ഈശോ നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മറ്റാരുടെ അടുത്തേക്ക് പോകാനായിട്ടല്ല ഈശോ പറയുന്നത്, എൻ്റെ അടുത്തേക്ക് വരാൻ, പരിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരാൻ, ഈശോയിലേക്ക് കടന്നു വരാൻ, വചനത്തിലേക്ക് കടന്നു വരാനായിട്ടാണ് ഈശോ പറഞ്ഞത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്ന ആശ്വാസം, ഈ ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്ന സന്തോഷം, ഈ ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്ന സമാധാനം. അത് അനുഭവിച്ചാൽ തന്നെയാണ് മനസ്സിലാക്കുകയുള്ളൂ. സ്നേഹം നിറഞ്ഞ അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കഷ്ടപ്പാടുകളിലൂടെ തന്നെ നമ്മൾ ഈശോയെ സ്നേഹിക്കണം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശ് വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ഈശോയെ നമ്മൾ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈശോയുടെ കൂടെ ആയിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈശോ പറഞ്ഞ ഒരു കാര്യം, കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്നാണ്. വെറുതെ കൈവീശി ചിരിച്ച് കളിച്ച് സന്തോഷത്തോടു കൂടി വരാനായിട്ടല്ല പറഞ്ഞത്. കുരിശെടുത്ത് നീ കടന്നു വരണം, വേദനകൾ ഏറ്റെടുത്ത് നീ കടന്നു വരണം, സഹനങ്ങൾ ഏറ്റെടുത്ത് നീ കടന്നു വരണം എന്നാണ് ഈശോ പറഞ്ഞത്. വാഴ്ത്തപ്പെട്ട ദൈവദാസി സെലിൻ കണ്ണനായിക്കൽ സിസ്റ്റർ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതി വെച്ചു, മുൾമുടി അണിഞ്ഞ ഈശോയെ നമ്മൾ ചുംബിക്കുമ്പോൾ, അല്ലെങ്കിൽ മുൾമുടി അണിഞ്ഞ ഈശോ നമ്മെ ചുംബിക്കുമ്പോൾ ആ മുള്ളുകൾ സ്വാഭാവികമാണ് നമ്മുടെ മുഖത്ത് തറയ്ക്കപ്പെടുക എന്ന്. സത്യമാണ്. ഇന്ന് നമുക്ക് ഒത്തിരി സഹനങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും സാമ്പത്തിക ഞെരുക്കങ്ങളും ഒറ്റപ്പെടലും കുടുംബങ്ങളിൽ വഴക്കും എന്തുണ്ടായാലും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, അതൊക്കെ എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ആരംഭമാണ്. എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി എന്നതിൻ്റെ ആരംഭമാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങൾ. അല്ലാതെ ദൈവം ദൂരെയെങ്ങോ മാറി നിൽക്കുന്ന ഒരു ദൈവമൊന്നല്ല. നേരെ മറിച്ച് നമ്മുടെ വേദനകളിൽ നമ്മോട് ചേർന്ന് നിന്ന് കരയേണ്ട മോനെ മോളെ എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവത്തെ നമ്മൾ പിടിവിടാതെ നിൽക്കണം. വേറെ ഒരുത്തിക്ക് നമ്മൾ പോകേണ്ടതില്ല, വേറൊരു വ്യക്തിയുടെ അടുത്തേക്കോ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകേണ്ടതില്ല. പോകേണ്ട ഇടം പരിശുദ്ധ കുർബാനയാണ്, ദൈവവചനമാണ്. അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. അവിടേക്ക് പോയി ദൈവം തരുന്ന ആശ്വാസം അനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇനി സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സങ്കടപ്പെടാൻ പാടില്ല, കരയാൻ പാടില്ല. ഈ ഭൂമിയിലെ കഷ്ടപ്പാടുകൾ, ഈ ഭൂമിയിലെ വേദനകൾ നമുക്ക് സ്വർഗത്തിലേക്കുള്ള യാത്രയിലെ വഴിയിലേക്കുള്ള ഒരു പാസ്സാണ് നമുക്കിത്.
സ്വർഗത്തിലേക്ക് നമുക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ഈ സഹനത്തിലൂടെ കടന്നു പോയാൽ തന്നെയാണ് മനസ്സിലാക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒരു പക്ഷേ കേട്ടിരിക്കാനുള്ള ഒരു പാട്ടിൻ്റെ ഇരടികളാണ് ഒന്നുമില്ലായ്മയിൽ. അതിൻ്റെ ആ സ്റ്റാൻസ് ഒന്ന് പാടുകയാണെങ്കിൽ നമുക്ക് ആ വരികളൊന്ന് ധ്യാനിക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നിൻ, ആ പാട്ടിൻ്റെ സ്റ്റാൻസ് മുതലൊന്ന് പാടുകയാണെങ്കിൽ നമ്മുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. ഇന്നലകൾ തന്ന വേദനകൾ എന്ന് തുടങ്ങുന്നത്. നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് ആ പാട്ടൊന്ന് നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് നമുക്ക് സ്വീകരിക്കാം. വെറും കാതുകൾ കൊണ്ടല്ല, നമ്മുടെ ഹൃദയം കൊണ്ട് കണ്ണുകൾ അടച്ച് അതിൻ്റെ വരികളൊന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം, നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്താം. നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ, ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപ്പിടിച്ചു നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാൻ ഓർത്തില്ല ഞാൻ. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാൻ ഓർത്തില്ല ഞാൻ. ഞാനീകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാനീകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണ് ഏകയാശ്രയം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപ്പിടിച്ചു നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. നിന്റെ മുൻപിൽ കാഴ്ചയിടാം. സ്നേഹം നിറഞ്ഞവരെ, ആ വരികളൊന്നും നമ്മുടെ ഹൃദയത്തിലേക്കൊന്നും നമുക്കെടുക്കാം. ദൈവം എൻ്റെ ജീവിതത്തിൽ ചില സഹനങ്ങൾ തരും. ഇന്നലകൾ തന്ന വേദനകൾ, എൻ്റെ ജീവിതത്തിലെ ചില സഹനങ്ങൾ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ ദൈവം എന്നെ ഒരുക്കുന്നതാണ്.
എൻ്റെ ജീവിത പങ്കാളിയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് സഹനങ്ങളുണ്ടാകാം. എൻ്റെ ജീവിത പങ്കാളിനെ വേണ്ടാന്ന് പറഞ്ഞിരിക്കാം, എന്നെ മാറ്റി നിർത്തിയേക്കാം. എൻ്റെ മക്കൾക്ക് എന്നോട് സ്നേഹമില്ല എന്ന് പറഞ്ഞിരിക്കാം, എന്നെ കേൾക്കാതിരിക്കാം, എന്നെ അവർ മാറ്റി നിർത്തും, എന്നെ സ്നേഹിക്കാതിരിക്കും, എൻ്റെ വാക്കുകൾ അനുസരിക്കാതിരിക്കും. സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ടാകും, രോഗപീഠകളുണ്ടാകും, ഇന്നലകൾ തന്ന വേദനകൾ. കർത്താവേ, നിന്റെ സ്നേഹമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ കടന്നു പോകുന്ന സഹനത്തിന്റെ വേളകൾ, നൊമ്പരത്തിന്റെ നിമിഷങ്ങൾ, അതൊക്കെ നീ എന്നെ ഒരുക്കുന്ന വേളകളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നിന്റെ സ്നേഹമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ വരികൾ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കാൻ കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടച്ച് കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ നല്ലവനായ ദൈവമേ, ഇന്നലകൾ തന്ന വേദനകൾ, കഷ്ടപ്പാടുകൾ, എനിക്കും എൻ്റെ ദൈവത്തിനും മാത്രം അറിയാവുന്ന സങ്കടത്തിന്റെ നിമിഷങ്ങൾ, ആരോടും പറയാതെ രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് കരഞ്ഞ വേളകൾ, എൻ്റെ വീട്ടിൻ്റെ ആ മുറിയിൽ, പ്രാർത്ഥനാ മുറിയിൽ കൈവിരിച്ച് നിന്ന് എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാൻ ഒഴുക്കിയ കണ്ണുനീരുകൾ, എൻ്റെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി ഏറ്റെടുത്ത എൻ്റെ ത്യാഗങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച വേളകൾ, എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലൊക്കെ അനുഭവിക്കുന്ന ശാരീരിക വ്യഥകൾ, രോഗപീഠകൾ, അതൊന്നും ദൈവമേ നിന്റെ ശാപമല്ല, നീ ഞങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ്. നീ ഞങ്ങളെ ഒരുക്കുകയായിരുന്നു നിന്റെ സ്നേഹത്തിലേക്ക്, നിന്റെ കരവലയത്തിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളെ ചേർക്കുന്നതായിരുന്നു നീ ഒരുക്കിയ സഹനങ്ങൾ. കർത്താവേ, ആ സാഹചര്യത്തിലെ നിന്നിൽ മാത്രം ആശ്രയം വയ്ക്കാൻ, പരാതി പറയാതെ, സങ്കടപ്പെടാതെ, അസ്വസ്ഥതപ്പെടാതെ വേദനകളെ ഏറ്റെടുക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. ഈശോയെ, അങ്ങേ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മുന്തിരിച്ചെടിയുടെ ഉപമ, കൂടുതൽ ഫലം തരാനായി വെട്ടിയൊരുക്കും ദൈവം നമ്മളെ. കർത്താവെ, കൂടുതൽ ഫലം തരാനായി അങ്ങനെ വെട്ടിയൊരുക്കുന്ന വേളകളായിരുന്നു എൻ്റെ സഹനങ്ങൾ. ഇന്ന് ഞാനിപ്പോൾ അനുഭവിക്കുന്ന എൻ്റെ വേദനകൾ, നീ എന്നെ വെട്ടിയൊരുക്കുകയായിരുന്നു അല്പം കൂടി നല്ലൊരു വ്യക്തിയാക്കി തീർക്കാൻ, എൻ്റെ വിശ്വാസത്തെ അല്പം കൂടി ആഴപ്പെടുത്താൻ, ഞാനും നീയുമായുള്ള ബന്ധം അല്പം കൂടി ആഴത്തിലാകാൻ നീ ഒരുക്കുന്ന നല്ല വേളകളായിരുന്നു സഹനങ്ങളെന്ന് തിരിച്ചറിയാൻ വേണ്ട കൃപ എനിക്ക് തരണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ജോബ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.